ഇറാൻ US സംഘർഷത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോർക്കളം ഇപ്പോൾ ഹോർമൂസാണ്. ഹോർമൂസ് വഴി കടന്നുപോകുന്ന ഷിപ്മെൻറ്റുകളെ നിയന്ത്രിക്കാനുള്ള ഇറാൻ്റെ അവകാശം തടയുക എന്ന ലക്ഷ്യത്തോടെയാണ് അമേരിക്ക മേഖലയിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. ഹോർമൂസ് വഴി കടന്നുപോകുന്ന ഷിപ്മെൻറ്റുകൾക്ക് ചുങ്കം അല്ലെങ്കിൽ ഫീ, ട്രാൻസിറ്റ് ഫീ ഈടാക്കാൻ ഇറാൻ തീരുമാനിച്ചിരിക്കുന്നു. ഷിപ്മെൻറ്റിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് ആ ഫീ ഇറാൻ നിശ്ചയിക്കും. സെൻട്രൽ ബാങ്ക് ഓഫ് ഇറാനിൽ ട്രാൻസിറ്റ് ഫീ അടച്ച ശേഷമേ അതുവഴി ഷിപ്മെൻറ്റുകൾക്ക് കടന്നു പോകാൻ സാധിക്കുകയുള്ളൂ. ഇറാൻ ഔദ്യോഗികമായി ഇങ്ങനെ ഒരു ഫീ ഏർപ്പെടുത്താനും ആ ഫീ പിരിക്കാനും തുടങ്ങിയിരിക്കുന്നു എന്നുമാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. സാമ്പത്തിക ഉപരോധം കൊണ്ട് യുദ്ധത്തിൻ്റെ കെടുതികൾ മേഖലകൾക്കപ്പുറം രാജ്യാന്തരങ്ങളിൽ എത്തിക്കാൻ ഇറാന് സാധിച്ചത് ഹോർമൂസ് വഴിയാണ്. ആ ഹോർമൂസിൻ്റെ ആധിപത്യവും അവകാശവും തങ്ങൾക്കാണെന്ന് സ്ഥാപിക്കുകയാണ് ഇറാൻ. ഫെബ്രുവരി 28 മുമ്പ് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. അമേരിക്കയും ഇസ്രായേലും ഇറാനെ ഏകപക്ഷീയമായി നിഷ്കരുണം ചർച്ചകൾ നടക്കുന്നതിനിടെ ആക്രമണം നടത്തിയപ്പോൾ ഇറാൻ്റെ ടാക്റ്റിക് വളരെ തന്ത്രപൂർവമായിരുന്നു. ആ ടാക്റ്റിക് പിന്നീട് വിജയിക്കുന്നതാണ് കണ്ടത്. യുദ്ധത്തെ സാമ്പത്തിക യുദ്ധമായി ലോകമാകെ വ്യാപിപ്പിക്കാൻ ഇറാന് സാധിച്ചു. യുദ്ധത്തിൻ്റെ കെടുതികൾ ലോകമൊട്ടാകെ എത്തിക്കാനും അങ്ങനെ ലോകത്തിൻ്റെ ഒരു പ്രശ്നമാക്കി അത് മാറ്റാനും അമേരിക്കയെ സമ്മർദ്ദത്തിലാക്കാനും ഇറാന് സാധിച്ചത് ഹോർമൂസ് എന്ന കാർഡാണ്. ആ കാർഡ് ഇനിയും ഉപയോഗിക്കുമെന്നും തങ്ങൾ അതുവഴി പോകുന്ന ഷിപ്മെൻറ്റുകൾക്ക് കൃത്യമായ ഫീ ഈടാക്കുമെന്നും ഇറാൻ നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ്.